ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടോ? ഒത്തിരി നിറമൊക്കെ ഉണ്ടല്ലേ? ഇത് നിറം സ്റ്റോഴ്സ് ആണ് കേട്ടോ. നിറം സ്റ്റോഴ്സ് ആൻഡ് നിറം പെയിൻറ്റ്സ് ആൻഡ് ഹാർഡ്വെയേഴ്സ്. ഇവിടെ നിറം വെച്ച വേറൊരാളും കൂടെ എൻ്റെ കൂടെ ഉണ്ട്. ഞാനിപ്പോൾ സെയിൽ ചെയ്യുന്ന ഹണി വാക്സ് ക്രീം വാങ്ങി ഉപയോഗിച്ച മുഖത്തിനൊക്കെ ഗ്ലോ ആയി ഗ്ലാമറായി നിറം വർദ്ധിച്ച ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. എൻ്റെ ഒരു കസ്റ്റമറാണ് നിഷ. വെൽക്കം നിഷ. താങ്ക് യു. എൻ്റെ ക്രീം വാങ്ങിയിട്ട് അതിൻ്റെ ഉപയോഗവും അതുകൊണ്ട് നിഷയ്ക്ക് കിട്ടിയ ഗുണമൊക്കെ ഒന്ന് പറഞ്ഞു. ഇതിലേ ഉറക്കെ പറഞ്ഞു. ക്യാമറ എവിടെ അല്ലേ ഇരിക്കുന്നത്? ആയിക്കോട്ടെ ടീച്ചർ. അപ്പം ടീച്ചറിന് ഒത്തിരി സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്റെ സ്റ്റോഴ്സിലേക്ക്. പിന്നെ ടീച്ചറിന്റെ ക്രീം തേച്ചതിന് ഞാൻ അങ്ങനെ ഒരു സാധനങ്ങളും എന്റെ മുഖത്ത് ഇതുവരെ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടില്ല. ബ്യൂട്ടി പാർലറിൽ അങ്ങനെ പോയിട്ടില്ല. ത്രെഡ് ചെയ്യാൻ മാത്രം ഒന്ന് പോകും. പിന്നെ എന്നെ പോലെ തന്നെ ഞാൻ ത്രെഡ് ചെയ്യാം, അത്യാവശ്യം ത്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രം പോകും. പിന്നെ വേറെ ഒരു കോസ്റ്റ്യൂംസും ഞാൻ എന്റെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നിഷ എന്റെ നിന്റെ ഒക്കെ ഫേസിൽ ഇത് പെട്ടെന്ന് വലിച്ചത്. സത്യം, അതൊരു ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പ്രൊഡക്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ മുഖം ഓയിലി സ്കിന്നാണ്. അപ്പം ഇത് കോക്കനട്ട് ഓയില് ഇതിനകത്ത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അത് തേച്ച് കഴിയുമ്പം എങ്ങനെയാവും എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ നോക്കിയില്ല. എൻ്റെ മുഖത്ത് പിമ്പിൾസിൻ്റെ പാട്, അതും കറുത്ത പാട്, അത് ധാരാളം ഉണ്ടായിരുന്നു. രണ്ട് സൈഡിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ടീച്ചർ പറഞ്ഞു അത് ആ പാടെ മാത്രം തൂത്താൽ മതി നോക്കും. ഞാൻ ഒത്തേതായാലും അങ്ങനെ ചെയ്യുന്നില്ല. മുഴുവനും തൂത്തേക്കാം. ഇനി പാടെ മാത്രം തൂത്തിട്ട് ഇനി അവിടെ മാത്രം ഇനി കളർ ഇനി കൂടി വരണ്ട. ഞാൻ ഇടയ്ക്ക് പറയുന്നത് എന്താണോ, എന്റെ അനുഭവം പറയുവാണേ. ഈ കസ്റ്റമേഴ്സ് കുറെ പേര് എന്നോട് വാട്സപ്പിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ എനിക്ക് ക്ലിയർ ആയ ഒരു ഉത്തരം പറയാൻ പറ്റാത്തത് ഈ പിമ്പിൾസിന്റെ കാര്യം മാത്രമാണ്. ഇതിനകത്ത് കോക്കനട്ട് ഓയിൽ ഉള്ളത് കൊണ്ട് ഓയിലി സ്കിന്നുകാർക്ക് പിമ്പിൾസ് ഉണ്ട് ടീച്ചറെ, എനിക്ക് ഈ ക്രീം തേക്കാൻ കൊതിയാകുന്നു, വളരെ ഇഷ്ടം തോന്നുന്നു, പക്ഷെ പിമ്പിൾസ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ എനിക്കും ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റാതെ ഞാൻ. പക്ഷെ എന്റെ ഒരു കാര്യത്തില് എന്റെ കാര്യം എടുത്താല് എനിക്ക് പറയാൻ പറ്റും. ഓയിലി സ്കിന്നാണ് എന്റേത്. ഞാനത് അപ്ലൈ ചെയ്തു. എനിക്ക് വന്ന പിമ്പിൾസിന്റെ വലുപ്പം കുറഞ്ഞു. മൂക്കയിലൊക്കെ വലിയ ബൾബ് പോലെ വരുമായിരുന്നു. പക്ഷെ അതിന്റെ ഒക്കെ മൂക്കയില പിന്നെ വന്നിട്ടില്ല. പിന്നെ ഇവിടെയൊക്കെ ഭയങ്കരം വരും, ഭയങ്കര വേദനയാണ്. അത് എനിക്ക് ആദ്യം ചൊറിച്ചിലാണ് വരുന്നത്. അപ്പൊ നമ്മളത് പെട്ടെന്ന് മാന്തി പറിച്ചു കഴിയുമ്പോഴേ അത് വന്നിട്ടുണ്ട് നമുക്ക് തിരിയുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ അങ്ങോട്ട് ചൊറിച്ചിൽ വരുമ്പം ചൊറിഞ്ഞിട്ട് പെട്ടെന്ന് ചൊറിച്ചിൽ വന്ന് ചൊറിഞ്ഞു കഴിയുമ്പോഴോ ഇത് കുരു വന്നതാണല്ലോ എന്ന് തിരിയുള്ളൂ. പിന്നെ അത് ഞാൻ മാന്തി പൊട്ടിച്ച് അതൊരു ശീലമാണ്. അവിടെ പാടായി. പിന്നെ ഇത് വാങ്ങിയ 2-3 പേരുടെ കയറുന്നതാന്ന് ഓർക്കുമ്പോഴേ പറഞ്ഞേക്കാന്ന് വിചാരിച്ച ഈ പിമ്പിൾസിന്റെ കാര്യത്തിൽ തന്നെ ഇതുപോലെ പിമ്പിൾസ് അല്ല, മണൽത്തരി പോലെയുള്ള ചെറിയ കുരുവായിരുന്നു നമുക്കെന്നറിയാം. അവരെന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത്രയും പൈസയല്ലേ ഉള്ളൂ, ഒരെണ്ണം വേറെ ഒന്നും ഒരു ക്രീമും പിടിക്കുകയല്ലോ അവർക്ക്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ഭാഗത്ത് മാത്രം ടെസ്റ്റ് ഡോസ് ആയിട്ട് 3-4 ദിവസം തേക്ക്. അവിടുത്തെ കുരു വലുതാകുന്നുണ്ടെ പിന്നെ തേക്കണ്ട, കയ്യിലും കാലിലും ഒക്കെ തേച്ച് മുതലാക്കിക്കോ, അല്ലെങ്കിൽ പിന്നെ ആർക്കെങ്കിലും കൊടുക്കാലോ എന്നൊക്കെ പറഞ്ഞ് അവരൊരെണ്ണം വാങ്ങി കേട്ടോ. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അവരെനിക്ക് മെസ്സേജ് ചെയ്തേക്കുക, ഞാൻ ടീച്ചർ പറഞ്ഞ പോലെ തേച്ചു, എനിക്ക് 1-2 കുരു അങ്ങോട്ട് ആ മണൽത്തരി പോലെയുള്ളത് വലുതായിട്ട് വന്ന് പഴുത്തങ്ങ് പൊട്ടി. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഏതായാലും എനിക്ക് ഒരു ക്രീമും പിടിക്കുകയില്ല, എന്നാൽ ഇതങ്ങ് തേച്ചിട്ടേ ഉള്ളെന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് അവരൊരു 10 ദിവസം അങ്ങ് തേച്ചു കഴിഞ്ഞപ്പോ അവരുടെ ആ വലുതായി വന്ന ആ കുരു ചുങ്ങിപ്പോയി, അവിടെ പാടുമില്ല. അതുകൊണ്ട് ഒരു ബോട്ടിലും കൂടെ മേടിച്ചു. ഇപ്പൊ എന്റെ അനുഭവത്തില് ആ വരുന്ന കുരുവിന്റെ വലിപ്പം കുറഞ്ഞു, എണ്ണം കുറഞ്ഞു. വന്നതാണേലും ഞാൻ ഈ ക്രീം 2 നേരം അപ്ലൈ ചെയ്യും. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും രാവിലെ ഞാൻ മുഖം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഈ ക്രീം ആദ്യം തന്നെ ഈ ക്രീം മുഖത്ത് അപ്ലൈ ചെയ്യും. അതുപോലെ വൈകിട്ടാണേലും അപ്ലൈ ചെയ്യും. പകലുണ്ടല്ലോ നിഷേ, ഞാൻ കസ്റ്റമേഴ്സിനോട് എപ്പോഴും പറയും ഇത് നൈറ്റ് ക്രീം ആയിട്ടേ ഉപയോഗിക്കാവുള്ളൂ. പകല് തേച്ചിട്ട് വെയിൽ കൊണ്ടാവും കൂടെ ഡാർക്ക് ആവുന്നു, വെളിച്ചെണ്ണയും കസ്തൂരി മഞ്ഞളും ഉള്ളതുകൊണ്ട്. പിന്നെ എന്നെ പറഞ്ഞേക്കരുന്നു. പക്ഷെ നിഷയുടെ കാര്യത്തില് പകല് തേച്ചെങ്കിലും കുഴപ്പമില്ല, നീ കാറിന് ഇങ്ങോട്ട് വന്നിട്ട് ഇതിനകത്തിരിക്കുന്നല്ലേ ഉള്ളൂ, അപ്പൊ കുഴപ്പമില്ല. വീട്ടിനകത്തിരിക്കുന്നവർക്ക് കുഴപ്പമില്ല, വെയിൽ കൊള്ളരുതല്ലോ തേച്ചിട്ട്. രാവിലെ തേച്ച് കഴിയുമ്പോൾ ഒരു അല്പം പൗഡർ ഞാൻ മുഖത്തിടും. എന്നാന്ന് വെച്ചാൽ അതിന്റെ ഒരു എണ്ണമയം ഇങ്ങനെ ഒരു ചെറിയ യെല്ലോ കളർ പോലെ തോന്നും. അതുകൊണ്ട് അല്പം പൗഡർ ഞാൻ രാവിലെ തൂക്കും.
അതല്ലെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര ഇറിറ്റേഷനാണ്. വൈകിട്ട് പിന്നെ അത് അറിയുന്നില്ല. അതുകൊണ്ട് വൈകിട്ടൊന്നും ചെയ്യാറില്ല, ക്രീം മാത്രം അപ്ലൈ ചെയ്യും. രാവിലെ തുള്ളി പൗഡറും മുഖത്ത് തൂക്കും, അല്ലെങ്കിൽ നമുക്ക് പോരുമ്പോ ഇതൊരു ഗ്ലോ ഇങ്ങനെ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാരോടും പറയും പകല് തേക്കണ്ട. ഇങ്ങനെ ആദ്യം ഒരു ദിവസം ഞാൻ തൂത്ത് പോന്നു, പക്ഷെ എനിക്ക് ഒരു ഇറിറ്റേഷൻ തോന്നി. ഈ പിന്നെ ഓയിലിന്റെ ഒരു ഇത് ഇങ്ങനെ ഒരു ഗ്ലോ പോലെ ഇങ്ങനെ തോന്നും. അപ്പം എന്തോ ഒരു കാണുന്ന പെട്ടെന്ന് തിരിയുമല്ലോ. ഇതുവരെ വേറെ ഒന്നും തൂക്കാത്തത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ എന്റെ മനസ്സിനൊരു തോന്നൽ വരുന്നത്. ഒരുപാട് ക്രീമും കാര്യങ്ങളും ഫൗണ്ടേഷനും ഒക്കെ ഇടുന്നവർക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. എന്താന്ന് വെച്ചാൽ അവർ ഇങ്ങനെയെല്ലാം അപ്ലൈ ചെയ്ത് നടക്കുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ ടെൻഷനേ തോന്നാറില്ല. നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അഥവാ എന്തെങ്കിലും മുഖത്ത് തൂത്താൽ തന്നെ എന്റെ ദൈവം മറ്റുള്ളവർ കാണുമോ അങ്ങനെ ഒരു തോന്നൽ വരും. അപ്പൊ അതിന്റെ പുറമെ ഞാൻ ഒരു തുള്ളി പൗഡർ തൂക്കും. എനിക്ക് ഒന്നും ആ ഒരു പ്രശ്നം വരുന്നില്ല. അതുപോലെ തന്നെ ഈ പിമ്പിൾസ് പൊട്ടിച്ചതിന്റെ ഒരു കുഴിയില്ലേ നിഷേ ചിലരുടെ മുഖത്ത്? എന്റെ മുഖത്ത് കുഴിയില്ല. കുഴിയുള്ള ഒരു കസ്റ്റമർ ഈയിടെ രണ്ടാമതിനോട് വാങ്ങി ഈ കുഴി മാഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അതെനിക്ക് അത്ഭുതം. അത് അത്ഭുതം തന്നെയാണ് ശരിക്കും. അതെന്ന് വെച്ചാല് ചിലരുടെ മുഖത്ത് ധാരാളം കുഴികൾ വരാറുണ്ട്. പിന്നെ ഈ പിമ്പിൾസ് വന്നതിന്റെ ഒരു ഇങ്ങനെ മുഴകളായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നവരുണ്ട്. പിമ്പിൾസ് പോയാലും ഇങ്ങനെ ഇങ്ങനെ കുഴികൾക്ക് പകരം ഒരു വല്ലാതെ നിൽക്കുന്നത്. എന്റെ മുഖത്ത് അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഈ കുരു വരുന്നതിന്റെ വലിപ്പം കുറഞ്ഞു, എണ്ണം കുറഞ്ഞു. ഇതിപ്പോ ഇന്നിപ്പോ ഇങ്ങനെ എല്ലാ മാസം എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ മുഖത്ത് ഈ പിമ്പിൾസ് വരാറുണ്ട്. ഒന്ന് വന്ന് അതങ്ങ് കുറഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അടുത്ത പിമ്പിൾ വരും. അങ്ങനെയായിരുന്നു. ഇപ്പൊ ഇത് പിന്നെ വന്നാൽ തന്നെ ഞാൻ ഈ ക്രീം അപ്ലൈ ചെയ്താല് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അതിന്റെ വേദനയും കുറയും, അതിന്റെ വലിപ്പവും കുറഞ്ഞ് വരുന്നതിന്റെ തന്നെ വലിപ്പം കുറവാണ്. ഈ ക്രീം തൂത്താല് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അതിന്റെ വലിപ്പം കുറയും, അങ്ങ് ഒട്ടും ചൊറിച്ചിലും കുറയും. പിന്നെ ഈ ആദ്യം ഞാൻ നിഷയെ കാണുമ്പോ നിഷയുടെ മുഖത്ത് ആ കുരു വന്നതിന്റെ പാട് വല്ലാണ്ട് കറുത്തിട്ടാ കിടന്നേ. ഡാർക്ക്നെസ് കുറഞ്ഞു വന്നു, ഒരുപാട്. ലിപ്പിലും തേക്കാം. ലിപ്പിലും തേക്കാം. ഞാനിപ്പോ ഈ വിഷു പ്രമാണിച്ച് ഏപ്രിൽ 1 മുതൽ 15 വരെ ഓഫർ കൊടുത്തിട്ടുണ്ട്. 50 രൂപ റിഡക്ഷൻ. അത് എന്റെ സ്വന്തം വകയാണ്. വിഷു ഈസ്റ്റർ ഒക്കെ അല്ലേ. അല്ല, ഇത്തിരി കൂടി പൈസ ഇല്ലാത്തവർക്കും ഇത് വാങ്ങി തേക്കണം, നല്ലതാണ്. വീഡിയോ കണ്ട് കൊതിക്കുന്നവരുണ്ടാവും. പിന്നെ വേറൊരു കാര്യം, സാധാരണക്കാർ അവർ വാങ്ങിക്കോട്ടെ. ഞാൻ പറയാൻ മറന്നു പോകും. അതുകൊണ്ട് പറയാണ്, എന്റെ ചേച്ചിയുടെ മോക്ക് ഡ്രൈ സ്കിൻ ആയിരുന്നു. അപ്പൊ കാലിലൊക്കെ ഇങ്ങനെ വരഞ്ഞ് ഇതാവുന്നു, ചൊറിച്ചിൽ വരുന്നു. ഒരു ഇത്രയും വട്ടത്തിന് ഇങ്ങനെ ചൊറിച്ചിൽ വരും. അവിടെ സ്കിന്ന് വല്ലാതെ ഇതായിട്ട് വരുന്നു, ഭയങ്കര ചൊറിച്ചിലും. ഞാൻ ഇതുകൂട്ട് ടീച്ചറിന്റെ അടുത്ത് ഒരെണ്ണം വാങ്ങി, മലപ്പുറത്താണ് അവര് വർക്ക് ചെയ്യുന്നത്. ചേച്ചിക്ക് കൊടുത്തു, കൊച്ചിന്റെ കാലേ തൂത്ത്. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവളെ കണ്ടു, ഫോട്ടോ എടുത്തു നോക്കാൻ മറന്നുപോയി. ഞാൻ ഒരു തിരക്കില്ലായിരുന്നു, അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. പക്ഷെ നല്ല മാറ്റമുണ്ട്. ഞാൻ അവളെയും കൊണ്ട് കുറ്റിയാടിക്ക് പോയായിരുന്നു. ഞങ്ങൾ പോയ കൊടുത്ത് കൊച്ചുകൊണ്ടായിരുന്നു. അപ്പൊ ഇവള് വണ്ടിയിലിരുന്ന് മെല്ലെ കാലേ ചൊറിയാൻ തുടങ്ങി. അന്നേരം ഞാൻ ഈ കാര്യം ഓർത്തു. ഞാൻ പെട്ടെന്ന് പറഞ്ഞത് കാണിച്ചേന്ന് പറഞ്ഞ് അന്ന് നോക്കിക്കൊണ്ട് നല്ല മാറ്റം. എന്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു. ഞാൻ അന്ന് വരാൻ താമസിച്ചെങ്കിൽ എനിക്ക് വൈകിട്ട് മെഡിസിൻ പോലെ എവിടെ പോയാലും കസ്റ്റമറാണ് കേട്ടോ. എന്റെ ബാഗിലുണ്ടായിരുന്നു. ഞാൻ വേഗം അവളോട് പറഞ്ഞു കാല് കാണിക്കാൻ. എന്നിട്ട് കാലം ഞാൻ ഇത് തൂത്ത് കൊടുത്തു. അപ്പൊ ചോദിക്കും, ആഹാ നിഷാൻ ഇതെല്ലാം കൂടെ ഇതുകൊണ്ടാണോ നടക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എവിടെ പോയാലും വേണം, ഒരു വീട്ടിൽ ഒരെണ്ണമെങ്കിലും വേണം അല്ലേ. ഒരുപാട് പ്രോബ്ലംസിന് സൊല്യൂഷൻ ആണ്. ചൊറിച്ചില്, പിള്ളേർക്കൊക്കെ ഇലയെ തൊട്ടാലല്ലേ പൊടി തട്ടിയിട്ടുള്ള ചൊറിച്ചില്, എന്തിനും ഒരു റെമഡി. വേദനയ്ക്ക് ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഫീഡ്ബാക്ക് വരുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ വീട്ടില് എപ്പോഴും എമർജൻസി ആയിട്ട് വേണ്ട ഒരു അവശ്യ വസ്തുവാണ് ഈ ക്രീം അല്ലേ. പിന്നെ എനിക്ക് കൂടുതൽ ടീച്ചറിനോടൊരു അടുപ്പം. ടീച്ചറിനെ നേരത്തെ അറിയാം. പിന്നെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ചേച്ചി, ആ ചേച്ചിയെ എനിക്കറിയാം. പിന്നെ അവരുടെ വീട്ടില് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വിശ്വാസമാണ്. വിശ്വാസം അതല്ലേ എല്ലാം. എന്നോടുള്ള വിശ്വാസം, മിനിയോടുള്ള വിശ്വാസം, അത് ക്രീമിലേക്ക്. ക്യാമറയുടെ അടുത്ത് ഈ പാട് എന്തിനാണെന്നറിയാമോ? ഈ പാടൊന്ന് സൂം ചെയ്ത് കാണിക്കാം നമുക്ക്. കുറച്ച് ഒന്ന് ഈ സൈഡിലെ കാര്യം. ഇനി നീ 1 മാസം കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് ഫുള്ള് ക്ലീൻ ആയോ എന്ന് നമുക്ക് അന്നേരം ഒന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ ചെറിയ പാടേ ഉള്ളൂ, ആ കറുത്ത പാട് കുറവാണ്. ഈ സൈഡിലായിരുന്നു നന്നായിട്ട്. അത് കറുത്ത പാടുകൾ കുറെ ഉണ്ടായിരുന്നു. അതായത് പിന്നെ ഒരു പ്രാവശ്യം പിമ്പിള് വന്ന് അത് അങ്ങ് ചുങ്ങി മാറി ഉടനെ തന്നെ അടുത്ത പിമ്പിള് വരുമായിരുന്നു. കറുത്ത പാടിന്റെ കാര്യം പറഞ്ഞാൽ 5-ാം പനിയുടെ മാർക്ക് കുറയുന്നുണ്ട്. ഇത് തേച്ചിട്ടൊരു കുട്ടിക്ക്, ഒരു പെൺകുട്ടിക്ക്. അവളിപ്പോ 2ാമത് വാങ്ങി 3 ബോട്ടിൽ ഒന്നിച്ചോടം ചെയ്തു. 5-ാം പനിയുടെ പാട് കംപ്ലീറ്റ് മാറിയിട്ടില്ല, ഫെയ്ഡ് ആകുന്നുണ്ട്. ആദ്യം എന്നോട് ചോദിച്ചായിരുന്നു
ഞാനും പറഞ്ഞു ചെറിയ വിലയല്ലേ വാങ്ങി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. ഈ ഒരു ക്രീം ഈസിയാണ് അപ്ലൈ ചെയ്യാൻ. ഇത് പിന്നെ ഈ 5-ാം പനിയുടെ ഒക്കെ പാട് മാറാൻ വേണ്ടി ചന്ദനം ഒരയ്ക്കുന്നു, രാത്രി കണ്ടാ പേടിക്കും, ഇത് അതൊന്നും വേണ്ട. എടുക്കുക, തുറക്കുക, അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ അല്ലേ? ഈസിയാണ്. അപ്പൊ അതുകൊണ്ട് ഹണി വാക്സ് ക്രീം വേണ്ടവരൊക്കെ വാങ്ങിക്കോ. ഇപ്പം ഏപ്രിൽ 15 വരെ മാത്രം ഓഫർ ഉണ്ട്. 200 രൂപയേ ഉള്ളൂ. ആ ഓഫർ എൻ്റെ സ്വന്തം വകയാണ്. അപ്പൊ ഇതുപോലെയുള്ള അനുഭവസ്ഥര് ധാരാളം ഫീഡ്ബാക്ക്. പക്ഷെ എല്ലാവരും ഒന്ന് മുഖം കാണിച്ചുകൊണ്ട് വീഡിയോയിൽ എൻ്റെ ഒപ്പം നിന്ന് പറയാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങള്, നല്ല അനുഭവങ്ങള്. അപ്പൊ ഏതായാലും നിഷ ഇത് പറയാൻ തയ്യാറായതിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പൊ ഒരു ബോട്ടിലൂടെ വാങ്ങി തേച്ച് ഈ പാട് മൊത്തം ക്ലിയർ ആയിട്ട് നല്ല സുന്ദരിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ ഇരിക്കണേ. പിന്നെ ഉണ്ടല്ലോ, ഇനി ഒരു കാര്യം കൊണ്ട്, ഈ ഒരു ബോട്ടില് ചെറുതാണെന്ന് വിചാരിച്ച് അതിനകത്തുള്ള സാധനം നമുക്ക് 2-3 മാസത്തേക്ക് റെഡി ആയിട്ട് തരാം. ഞാൻ 2 പ്രാവശ്യം രാവിലെയും വൈകിട്ടും അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് കുഴച്ച് തേക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് ഒരുപാട് കോരി തേച്ച വൃത്തികേടാണ്. അത് തന്നെയല്ല, ഒന്ന് ഇച്ചിരി എടുത്ത് തൂക്കുമ്പോഴത്തേക്കും തന്നെ സ്പ്രെഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഡിസംബർ ലാസ്റ്റ് വാങ്ങിയ ബോട്ടിലാണ്. എന്നിട്ടും എന്റെ കയ്യിൽ ഇപ്പൊ അത് തീരാനാവുന്നതേ ഉള്ളൂ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലിലേക്ക് 3 മാസം സുഖമായിട്ട് തേക്കാൻ പറ്റും. പിന്നെ ഞാൻ എന്റെ മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ. പിന്നെ പ്രോബ്ലംസ് വേറെ ഉള്ളവർക്ക് ചിലപ്പോൾ കൂടുതൽ തേക്കേണ്ടി വരും. പിന്നെ ഈ ചുളിവ് മാറുമ്പോളെ പ്രായമാകുമ്പോൾ വരുന്ന നെറ്റിയിലെ ചുളിവൊക്കെ മാറി. ഞാനത് തേക്കുന്നതുകൊണ്ട് നെറ്റിയിലെ ചുളിവൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആന്റി ഏജിങ് ആണ്, ഏജ് കുറച്ചേ തോന്നുന്നു. ഇനി മറ്റൊരു പ്രോബ്ലം ഇല്ലാത്ത ലേഡീസിനും ഈ ബ്യൂട്ടി പാർലറിൽ പോയി കെമിക്കൽ എല്ലാം വാരി തേക്കാതെ ഇത് മേടിച്ചങ്ങൊരു എബവ് 30 സൈഡ് ഇഫക്റ്റ് ഇല്ല. എബവ് 30 ഒക്കെ ആകുമ്പോഴേ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങിയാച്ചാ ഉണ്ടല്ലോ, ഇത് പിന്നെ പിഗ്മെന്റേഷൻ വന്നു, മെലസ്മ വന്നു, ഇനി ഇത് എങ്ങനെ മാറ്റൂന്നും പറഞ്ഞ് കരയേണ്ട അവസ്ഥ വരികയല്ല. സ്കിൻ എപ്പോഴും ഗ്ലോ ആയിട്ട് ഇരുന്നോളും. ഏജിങ് പ്രോസസ്സിനെ മെല്ലെയാക്കും, ഒന്ന് തടയിടും. അപ്പൊ അതിന് പറ്റിയ നല്ല ഒരു ഫെയർനെസ് ക്രീമാണ്. ഒപ്പം ഒരു പെയിൻ ബാമാണ്. ഒപ്പം ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ക്രീമാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് മുഖം കാണിച്ച് എന്നോടൊപ്പം വീഡിയോ ചെയ്ത് സഹകരിച്ച നിഷയ്ക്ക് ഒത്തിരി നന്ദി കേട്ടോ. താങ്ക് യു. ഞാൻ അങ്ങോട്ട് തിരിച്ചും പറയുന്നു, ഇത് മിൻചേച്ചിയുടെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് ഇരുന്നാൽ ഞാനിത് അറിയുവല്ല. ഈ പ്രൊഡക്റ്റിനെ എന്റെ മുമ്പിൽ എത്തിച്ച് എനിക്കും എന്റെ ചേച്ചിയുടെ മോൾക്കും, അവളുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ്. അതുപോലെ അവള് ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്നപ്പം കാലൊക്കെ ഇങ്ങനെ വിണ്ടിരിക്കുമായിരുന്നു, ഭയങ്കരമായിട്ട്. അതുപോലെ എന്റെ കുറെ സ്റ്റുഡൻസ് കാല് വിണ്ടിട്ട് ചോര വരുന്നു, പാമ്പിന്റെ പടം പൊഴിയുന്ന പോലെ, ഡ്രൈനസ് മൂത്തിട്ട് മുഖത്തുനിന്ന് വഴിയ പാമ്പിന്റെ പടം പൊഴിയുന്ന പോലെ പൊഴിയുന്ന ഒരു ചേച്ചി ഇന്നാളെ മലപ്പുറത്തുള്ള ചേച്ചി വിഷമം അനുഭവിക്കുന്നു. അപ്പൊ ഈ ഇങ്ങനെ വിഷമം അനുഭവിക്കുന്ന കസ്റ്റമേഴ്സ്, നമ്മളിപ്പോ ഒരു സാധനം വാങ്ങി അപ്ലൈ ചെയ്തു, നമുക്ക് വേണമെങ്കിൽ ഇത് ആരോടും പറയാതെ, നിനക്ക് വേണമെങ്കിൽ ഇത് ആരോടും പറയാതെ ഞാൻ തന്നെ സുന്ദരിയായതാ, ഷെയർ ചെയ്യണമെന്നില്ല. ഷെയർ ചെയ്താലും അവരും ഞാനിത് ആരെങ്കിലും പിമ്പിൾസിന്റെ കാര്യമോ ഡ്രൈ സ്കിന്റെ കാര്യമോ പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, പിന്നെ അന്നേരം എനിക്കും കൂടെ ഒരെണ്ണം വാങ്ങാമോ എന്ന് പറയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വാങ്ങിയില്ലേ, അങ്ങനെ വാങ്ങി ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നാന്ന് വെച്ചാല് അതിനാണ് മലയാളത്തിൽ ഒരു ആപ്റ്റ് വേർഡ് ഉണ്ട്, കറക്റ്റ് വേർഡ് എന്താണെന്നറിയാമോ? വിശാല മനസ്കത. അതായത് അതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നറിയാമോ? സങ്കുചിത മനോഭാവം. ഞാൻ ഉപയോഗിച്ചു, ഞാൻ സുന്ദരിയായി, ഇനി എന്റെ സൗന്ദര്യം എല്ലാരും ആസ്വദിച്ചോട്ടെ, വേറുള്ളവരെ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കാതെ നമുക്കത് പറ്റത്തില്ല. നല്ല മനസ്സിന്റെ ഉടമയാന്നുള്ളതാണ്. ഈ പ്രൊഡക്റ്റുമായിട്ട് ടീച്ചറിനെ കാണാൻ പറ്റിയതും എന്റെ ഒരു ഭാഗ്യം. അപ്പം എന്നെ ഈ പ്രൊഡക്റ്റിലോട്ട് എത്തിച്ചതിന് ടീച്ചറിന് പരസ്പരം താങ്ക് യു പറഞ്ഞുകൊണ്ട് ഞങ്ങള് ഈ വീഡിയോയോട് വൈൻഡ് അപ്പ് ചെയ്യുവാൻ. ഇനി ഞങ്ങൾ ഒരിക്കൽ കൂടെ കാണും, 1 മാസം കൂടെ കഴിഞ്ഞ് നിഷയുടെ മുഖത്തെ പാട് കംപ്ലീറ്റ് പോയിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പൊ ബൈ, ഒരു ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.